ഞാൻ ഓടുവാണ്. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഞാൻ വന്നേ. അയ്യോ എന്നെ കിട്ടേ. അയ്യോ എന്നെ കാലി. അയ്യോ എന്നെ കാലി. അമ്മേ. ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ. രണ്ടുപേരും നമുക്ക് മെയിൻ കോഴ്സ് അല്ലയോ പോകുന്നത്? ഇതോ വേണ്ട. നോൺ വെജ്. താങ്ക് യു. തരാവോ? ക്യൂട്ടി കുക്കി. ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ കുക്കി? ദേ ഇതാ കുക്കി. താങ്ക് യു. ചിക്കൻ കൊള്ളാവോ? ആ പിന്നെ ഞാനാണല്ലോ ഉണ്ടാക്കിയത്. അല്ല വേണം. എനിക്ക് അടുത്തോ പറഞ്ഞോ, ഞാൻ കഴിക്കും. ഹായ് പറഞ്ഞ, ബായ് പറഞ്ഞ, ബൈ ബൈ. നമ്മളിത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് പറയാം. ഹഡിൽസ്, ഡൈനമൈറ്റ് പ്രോൺസ്, ചിക്കൻ സ്റ്റീക്ക് വിത്ത് പെരി പെരി സോസ്, പിന്നെ അറബിയാക്ക ചിക്കൻ, പിന്നെ ഒരു ക്ലാസിക് മിൻ മൊയ്റ്റോയും ഒരു റാസ്ബെറി മൊയ്റ്റോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുവാണ്. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുക്കിയാണെങ്കിൽ അവള് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയതുകൊണ്ട് കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പിന്നെ മെനു ഒക്കെ എടുത്ത് കയ്യിൽ കൊടുത്ത്, പിന്നെ പുള്ളിക്കാരി അതൊക്കെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബോറടിച്ചു. പിന്നെ അവൾക്ക് ഇറങ്ങി നടക്കണമെന്നൊക്കെ ആയി. അപ്പം സോഫയിലാണെങ്കിൽ ഷൂസ് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഷൂസൊക്കെ അങ്ങ് ഒഴിവാക്കി. പിന്നെ മെനു ഒക്കെ കാണിച്ച് കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുത്തി. പുള്ളിക്കാരി എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ആര് പിടിച്ചാലും കിട്ടത്തില്ല. ഞങ്ങൾ പിന്നെ അവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് എൻജോയ് ചെയ്യുക. കാരണം അങ്ങനെ അധികം ഒന്നും നമ്മുടെ കൂടെ പുറത്ത് വന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനും സിൻസിയും കുക്കിയായിട്ട് പോകുന്ന ആദ്യത്തെ ഒരു എന്താ പറയുക ഔട്ടിങ് പോലെ. ഈ സാധനം പ്രോൺസ് ഡൈനാമൈറ്റ് എന്ന് പറയും. ആക്ച്വലി ഇത് ഹഡിൽസിലെ സ്റ്റാർട്ടേഴ്സിൽ വൺ ഓഫ് ദി ഐറ്റമാണ്. സിൻസിക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊരു സ്റ്റാർട്ടറിൻ്റെ നേക്കാളും ഒരു എന്താ പറയുക, നമുക്കത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ചങ്ങ് വയറ് നിറയും. കാരണം ആക്ച്വലി ഇറ്റ് വാസ് കൈൻഡ് ഓഫ് സ്റ്റഫ്ഡ് വിത്ത് ഡൈനാമൈറ്റ് സോസ്. നമുക്ക് KFC എന്നൊക്കെ കിട്ടുന്ന പോലത്തെ സോസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സാധനമാണ്. പിന്നെ വെള്ളം താങ്ക് യു.
ഈ ഗാർലിക് ബ്രെഡ് അവർക്ക് ഇച്ചിരി ഒന്ന് കൊടുത്തു നോക്കി, ഇച്ചിരി കട്ടി. താങ്ക് യു. ഇനി വേണോ വെള്ളം? കുഴപ്പമില്ലല്ലോ, എന്ത് കുഴപ്പം? നമ്മള് കഴിഞ്ഞൊന്നും ഇഷ്ടമുള്ളതെല്ലാം എടുക്കുന്ന പ്ലേറ്റിലുള്ള മൊത്തം അതല്ല, കട്ട് ചെയ്തിട്ട് വരും. ഓക്കെ പിടിക്കോ, ഞാൻ ചെയ്തു തരാം. ഇറങ്ങി എവിടെ പോകണം? കേട്ടോ കടിക്കാവോ? എന്താ അടിപൊളി. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കുക്കിയുടെ കൂടെ ഇരുന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. സിൻസി ഓൾറെഡി പോയിട്ടുണ്ട് കുക്കിയായിട്ട് കൊല്ലത്ത് വെച്ച് തന്നെ ഫാമിലിയോടുകൂടി. പക്ഷേ ആ സമയത്ത് കുക്കീനെ ഭൂരിഭാഗവും സിൻസിയുടെ, കാരണം എല്ലാവരുടെ അടുത്ത് അവൾ അത്ര കംഫർട്ടബിളായിട്ട് പോകത്തില്ല, ചിലപ്പോഴൊക്കെ പോവുള്ളൂ. അപ്പം എൻ്റെ അടുത്ത് വന്നു. ഇതിപ്പം ഒരാഴ്ചത്തെ ഗ്യാപ്പിലാണ് ഞങ്ങൾ തമ്മിൽ ഇത്ര ബോണ്ടിങ് ആവുന്നത്. പക്ഷെ എന്നാൽ പോലും സിൻസിയുടെ അടുത്താണ് കൂടുതലും പോകുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര റിലയബിളാണ്. എന്ന് വെച്ചാൽ അവൾക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാലും ഞാനത് എടുത്ത് കൊടുക്കും. കാരണം അവൾ അധികം കരയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരുവിധമൊക്കെ ഞാൻ പറയുന്നത് അവളങ്ങ് കേൾക്കും. കാരണം അവൾക്ക് കിട്ടും എന്നറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതെടുത്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് സിൻസിക്ക് എപ്പോഴും കുക്കിയുടെ കൂടെ കിടന്ന് ഓടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനാ ഫുൾ ടൈം കുക്കീനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും എല്ലാത്തിനും പുറകെ നടക്കുന്നത്. അപ്പം അതിനനുസരിച്ച് തന്നെ അവൾക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. വീട്ടിലാണെങ്കിലും കൂടുതലും എൻ്റെ അടുത്തും സാജയുടെ അടുത്തും മമ്മിയുടെ അടുത്തും പപ്പയുടെ അടുത്തും ഒക്കെ ഇങ്ങനെ പൊക്കോളും. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. കുക്കിനെ നോക്കുന്നത് കേട്ടോ. ആട്ടെ, ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് മാറ്റി. മൂക്കുത്തില്ല. അമ്മ എടുക്കട്ടെ, അമ്മ തുറക്കട്ടെ. ഇത് കണ്ടോ കുട്ടി, കപ്പ് സോസ് കണ്ടോ, അടിപൊളി. നമ്മൾ താഴത്ത് പോവാം. ശബ്ദം കേൾക്കുന്നു. വേർത്ത് മക്കളെ, കുക്കി ഡാഡായ പോയിട്ടോട്. ഡാഡാ
പാവോ. എങ്ങനാ ഓക്കെ പൂച്ച ഉറങ്ങിയ? അതിൻ്റെ ഇടയിൽ തീ. ഓ വാവോ, എല്ലാവരുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നുണ്ട്. അമ്മച്ചീനെ വിളിച്ചു അച്ചീന്ന്. അതേന്ന് വീട്ടിലോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്. ആ പോവാ. മാമു അല്ല ബോബു. കഴിഞ്ഞില്ലേ? പോവല്ലേ? ഇറങ്ങുവാന്നോ? അയ് ശരി. തരൂലേ? കൊണ്ടോക്കോ കൊണ്ടോക്കോ. എന്തുവാ പോവാന്നോ? മാമു ഇവിടെ അല്ല അവിടെ. അണഞ്ഞു. തീ ഊതിയതാ. അങ്ങോട്ട് നോക്കി വിളിക്കും. ഇതാണ് ഡയപ്പർ വാക്ക്. ഡയപ്പർ ഇട്ടോണ്ട് വാക്ക്. ഇതാണ്ട് ഒരാൾ വരും. ഇച്ചിരി നോക്കണ്ടേ? വരുന്നു. ബൈ ബൈ. Mama.